ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. IT അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 9.81% 2979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിന് പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തും. ഗ്രാൻസ് വിദ്യാർത്ഥികളുടെ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിൻ്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർധനരായ രോഗികൾക്ക് സഹായത്തിക്കാൻ മുൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂവസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെൻ്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബ ആരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും.